നമസ്കാരം ജോൺസൺ ചേട്ടാ. നമസ്കാരം. ജോൺസൺ ചേട്ടൻ്റെ പുസ്തകം അവഗണിക്കാനാവാത്ത സത്യം എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തയെ ബേസ് ആക്കിയിട്ടാണ് ജോൺസൺ ചേട്ടൻ അതിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജോൺസൺ ചേട്ടനെ ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് നയിക്കുവാനിടയായ ഒരു തീം അല്ലെങ്കിൽ തിയറി എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് മനസാക്ഷിയെ മാറ്റിവെച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രവർത്തികൾ ചെയ്തതെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 30 വർഷം വരെയുള്ള ആ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ലോകം നമ്മൾ തിരിയുന്നില്ല. അപ്പോൾ നമ്മൾ സത്യം, നീതി, ധർമ്മം, ന്യായം, ശരി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ലോകം നമ്മൾ തിരിയുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊരു അന്വേഷണമാണ്. അപ്പോൾ നമ്മൾ ബൈബിള് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, രാമായണം, മഹാഭാരതമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ചിന്തയുടെ ശക്തി. അപ്പോൾ നമ്മൾ എന്താ പറയുക, അബ്രാഹത്തിൻ്റെ മകൻ ഇസാക്കിന് എന്താ പറയുക 2 മക്കൾ. അതുപോലെ അബ്രാഹത്തിന് 2 മക്കൾ ഉണ്ട്. അപ്പം ഈ 2 മക്കൾ ഇവരുടെ തലമുറകൾ, അതുപോലെ യാക്കോബിന് 12 മക്കളുണ്ട്, അവരുടെ തലമുറകൾ, പിന്നെ ദാവീദ്. ഇങ്ങനെ ഓരോ വ്യക്തികളുടെ ആ ചരിത്രം നമ്മൾ നോക്കി ഇവരുടെ മനസ്സിൻ്റെ ശക്തി, ഇഷ്ടം, ഒരാളോട് ഇഷ്ടം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്കൊരു താല്പര്യം വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഈ പരമ്പരകൾ നോക്കുമ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് സംഭവിക്കുന്ന വിഷയങ്ങൾ. പിന്നെ നമ്മുടെ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങൾ, പിന്നെ നമ്മുടെ യേശുവിൻ്റെ ജീവിതം, ശിഷ്യന്മാരുടെ ജീവിതം, പുണ്യാന്മാരുടെ ജീവിതം, മഹാത്മാരുടെ ജീവിതം, ഇതൊക്കെ നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യം. എത്രയൊക്കെ നന്മകൾ, നല്ലത് കാര്യങ്ങളൊക്കെ ചെയ്താലും മുന്നിലിരിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. നമ്മളൊരു ശരി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ അയൽപ്പക്കാർ ഇടപെടുന്നു, അവർക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ശരി ചെയ്തിട്ടും അവിടെ പ്രയോജനമില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥ അവരുടെ കൂടി മനസ്സിനെ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് പോകണം. കാരണം യേശുവിനെ കുരിശിൽ യേശുവിനെ നമുക്കറിയാം, കയ്യപ്പാസിൻ്റെ അടുത്ത് ചെല്ലുന്നു, പീലാത്തോസിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഹെറോദസിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഈ സമയങ്ങളിലൊക്കെ അവർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടെന്ന്. പീലാത്തോസൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊന്നും യേശു എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവാൻ തരത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്നില്ല. കാരണം യേശു ചെയ്തത് 100% യേശുവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ റൈറ്റ് ആയിരിക്കും. പക്ഷേ അവർക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ യേശു ഒരിക്കലും മറുപടി പറയുന്നില്ല. അവർക്ക് അറിവില്ലാത്ത ആളുകളാണ് യേശുവിനെ നോക്കി. അവരുടെ അറിവിനനുസരിച്ചുള്ള മറുപടി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ മുന്നിലിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാതെ ജീവിച്ചാൽ യേശുവിന് കുരിശിൽ കിടന്ന് മരിക്കേണ്ട സാഹചര്യം പോലെ വന്നു വിടുന്നു. ഇപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു കുറ്റം ചെയ്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ ചിലപ്പോൾ നമ്മൾ കയ്യെ കൂപ്പി സാറേന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലയിലും മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ആയിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറി പോയില്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ മേഖലയിലും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരും എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ തിയറി, അല്ല നമ്മൾ രാമായണമാണെങ്കിൽ മഹാഭാരതം, ഈ തിയറി തന്നെയാണ് അതിലും എല്ലാം വർക്ക് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ ആയുധമെടുക്കാത്ത കൃഷ്ണൻ ഒരു വശത്തും കൃഷ്ണൻ്റെ സർവ്വസൈന്യം മറുവശത്തുമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ മനസ്സിനനുസരിച്ചാണ് യുദ്ധത്തിൽ വിജയം സംഭവിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ രാമായണത്തിൽ ഈ രാവണൻ്റെ സഹോദരനായി വിഭീഷണൻ രാമൻ്റെ പക്ഷത്തായിരുന്നു. അപ്പോൾ ഈ മനുഷ്യ മനസ്സിൻ്റെ ചിന്ത, അപ്പോൾ അത് ഭൂരിപക്ഷത്തിന് അനുകൂലമാവുന്നതിനനുസരിച്ചാണ് മുഴുവൻ സംഭവം നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമുക്ക് ഒരാളോട് സ്നേഹം വരുമ്പോൾ, നമ്മളോട് സ്നേഹം വരുമ്പോൾ, നമുക്ക് വൈരാഗ്യം വരുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മളോട് വൈരാഗ്യം വരുമ്പോൾ, പിന്നെ നമുക്ക് ഒരാളോട് അസൂയ വരുമ്പോൾ, അല്ല മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയ വരുമ്പോൾ, ഓരോരോ വികാരങ്ങൾ വരുമ്പോൾ അവരറിയാതെ അവരുടെ പ്രാർത്ഥന മുഴുവനും നമുക്ക് അനുകൂലമായും എതിരായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അവസ്ഥയിൽ നമുക്ക് ദോഷമില്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സുകൾ എതിരാവാതെ, നമ്മുടെ ചിന്തയുടെ ശക്തി മറ്റുള്ളവർക്ക് എതിരെ പോവാതെ, പരമാവധി നമ്മുടെ ചിന്തയുടെ ശക്തി നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നൊരു തിയറി, അത് നമ്മൾ ഈ യേശുവിൻ്റെ ജീവിതം, പുണ്യാന്മാരുടെ, മഹാത്മാരുടെ ജീവിതങ്ങളൊക്കെ പഠിച്ച് ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ആശയം അതാണ് നമ്മൾ പുറത്തേക്ക്. ഇത് ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ആശയമില്ല, സത്യത്തിൽ ഇതൊക്കെ നിലവിലുള്ളതാണ്. പക്ഷെ ആളുകൾക്ക് അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല.
പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു അസ്ഥിതിയോടെ ഞാനൊരു 30 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ആ ഒരു ചിന്തയോടെ മുന്നോട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ ഒരു 60 വയസ്സായി. അപ്പോൾ നമ്മൾ 30 വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ ആ ഐഡിയയിൽ അപ്ലൈ ചെയ്ത് പോയപ്പോൾ നമ്മളായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ പൊതുവെ ഒരു പരമാവധി നമ്മൾ വൻ വിജയം നേടി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പരമാവധി നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യത്തിനെ അപേക്ഷിച്ചിട്ട് ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമുക്ക് മുന്നിലിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി പെരുമാറി പോകാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് അറിവ് വേണം. ഈ അറിവ് ഇവിടെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്ത, കാരണം നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ മുന്നോട്ട് പോകില്ല എന്നുള്ള ബോധ്യം വന്നു. നമ്മുടെ ഏറ്റവും നല്ല പ്രായത്തിൽ തന്നെ ഇത് മനസ്സിലായി. 30 വയസ്സാകുമ്പോഴേക്ക് തന്നെ മനസ്സിലായിരുന്നു എൻ്റെ ചിന്ത കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ നമ്മൾ വിചാരിച്ച പോലെ ലോകം തിരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിത സാഹചര്യങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകൾ അതിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വരാതിരിക്കാനും നമ്മൾ ഇടപെടുന്ന മേഖലയിൽ മുഴുവൻ വിഷയങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെടുന്നവർക്ക് സമാധാനം, ശാന്തി, സന്തോഷം ഉണ്ടാവണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മളെ ചിന്തേനെ ഡെവലപ്മെൻറ്റ് ചെയ്ത് മാറ്റുക. അത് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം എപ്പോഴും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് പ്രകടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് സംജാതമായി വരുന്നത്. കാരണം നമ്മുടെ അടുത്ത് നമ്മൾ സ്വർഗസ്വനായ പിതാവിൻ്റെ അടുത്ത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗസ്വനായ പിതാവിൻ്റെ അടുത്ത് എന്ത് ആവശ്യപ്പെടാൻ സാധിച്ചിരുന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിത സാഹചര്യം ശരിയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, ഇപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക്, എൻ്റെ സഹോദരന്മാർ, എൻ്റെ മക്കൾ, നമ്മുടെ ഇടപെടുന്നവർ, നമ്മുടെ കടയിൽ വരുന്നവർ, നമ്മളായിട്ട് ബന്ധപ്പെടുന്നവർ, അങ്ങനെ എല്ലാ ആളുകൾക്കും ഒരു സമാധാനം, സന്തോഷം, ശാന്തിയാണെങ്കിൽ നമുക്കൊരു സമാധാനം, സന്തോഷം, ശാന്തി ഉണ്ടാവും. അതിനനുസൃതമായ രീതിയിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പെരുമാറി വന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ശരിയാണെന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ദിവസം കിട്ടുന്ന അറിവ് വ്യത്യസ്തമാണല്ലോ. ഇന്നത്തെ അറിവിൽ നമ്മൾ ഇങ്ങനെ പെരുമാറി പോകുന്നു. നാളെ ഇതിലും കൂടുതൽ അറിവ് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും പെരുമാറാം. അപ്പോൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ ഇന്നലത്തെ അറിവ്, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ അറിവ്, നാളെ ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ അറിവ്. അപ്പോൾ അതിനനുസരിച്ച് അറിവ് വരുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഉള്ള ബോധ്യത്തിനനുസരിച്ച് ഇങ്ങനെ പോകും. ഇതാണ് സത്യം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ഇതാണ് അടിസ്ഥാന പോയിന്റ്. ഇതാണ് എന്തായാലും ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. പുസ്തകങ്ങൾ പലരും വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചിന്ത എന്നത് എൻ്റെ വ്യക്തിജീവിതത്തിലെ ഒരു കാര്യം പുസ്തകം വായിച്ചിട്ട് കിട്ടിയൊരു അനുഭവം കൂടെ പറയുകയാണ്. ഇതിനു മുന്നും എനിക്കും വിശ്വാസപരമായിട്ട് ഒത്തിരി ആത്മീയ മേഖലയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അന്നും ഞാനൊരു വിഷമപ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്നൊരു പ്രകൃതമായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ എവിടെയെങ്കിലും പോകുന്നു, ആശ്വാസം കിട്ടുന്നു. പക്ഷേ ആ ആശ്വാസം കുറച്ച് നേരത്തേക്ക് കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഈ പുസ്തകം വായിച്ചു ജോൺസൺ ചേട്ടനുമായിട്ടും ഇവിടുത്തെ ഹസ്ബൻഡ് വഴിയുള്ള സുഹൃത്ത് ബന്ധവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ആ പുസ്തകം വഴിയും അതുപോലെ തന്നെ ജോൺസൺ ചേട്ടനുമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു അറിവ് നമുക്ക് കിട്ടുകയാണ്. ആ ചിന്ത എന്നത് വലിയൊരു പോയിന്റ് തന്നെയാണ്. ആ ചിന്തയെ നല്ല രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ചിന്തയെ നമ്മൾ ക്രമീകരിക്കുന്നതനുസരിച്ചാണ് ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി വരികയും അവന് മാറ്റം വരികയും ചെയ്യാം. ഈ പ്രതികൂല സാഹചര്യത്തിലൂടെ ആ വ്യക്തി കടന്നു പോകുമ്പോഴും ചിന്തയെ പവറാക്കി വെക്കുന്ന വ്യക്തിക്ക് നമ്മൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ഏൽക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നല്ല പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് മുന്നേറാനും മനസ്സിന് നല്ല പവറായിട്ട് എവിടെയും പെരുമാറാനും സ്ട്രഗിളിങ് ഉള്ളിടത്തും അല്ലാത്തടത്തും ഒരു ഹാപ്പി മൂഡ് എപ്പോഴും നമുക്കുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു മുഖത്ത് തന്നെ ഒരു പ്രത്യേക ഭാവമുണ്ട്, സന്തോഷം എപ്പോഴും ഉണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ എന്തെങ്കിലും എപ്പോഴും ഉണ്ട് മനുഷ്യന്. പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്ത മനുഷ്യൻ ആരും തന്നെ ഭൂമിയിലില്ല. പക്ഷേ പ്രതിസന്ധിയെ കവർ ചെയ്യാനുള്ള ഒരു ചിന്താ പവർ ഈ അവഗണിക്കാനാവാത്ത സത്യം എന്ന പുസ്തകത്തിലൂടെ വായിച്ചിട്ട് എനിക്ക് കിട്ടുകയും അതുപോലെ തന്നെ ജോൺസൺ ചേട്ടനുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൂടുതൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ലൊരു ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പവർഫുൾ, എനിക്കറിയാം നല്ല ശക്തിയുണ്ട് എനിക്ക്. അത് ഞാൻ എവിടെയും പറയും, നല്ല പവർഫുള്ളാണ്. നല്ല ശക്തി ഉണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളെ കവർ ചെയ്യുന്ന എന്തോ ഒരു പവർ, ഒരു സന്തോഷം, ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമുക്ക്
നമ്മുടെ പവർ കളയുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ എവിടെന്നെങ്കിലും കേട്ടാലും ഞാനത് കവർ ചെയ്തു പോയിരിക്കും. കാരണം അതിൽ എൻ്റെ ചിന്ത കുഴിച്ചും കൂടാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നേരായ ചിന്തയാണ് നേരായ പവർ. അത് ദൈവവുമായിട്ടൊരു കണക്ഷൻ നമുക്ക് കിട്ടുന്നു, നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കാൻ കഴിയുന്നു, പെട്ടെന്ന് തന്നെ കാര്യം ഗ്രഹിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ മുന്നേറാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇനിയും സർവേശ്വരൻ ജോൺസൺ ചേട്ടനെയും കുടുംബത്തെയും ജോൺസൺ ചേട്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മംഗളകരമാക്കട്ടെ, നന്നാക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളത്. എന്തായാലും വളരെ സന്തോഷം. എനിക്കൊരു കാര്യം പറയാനില്ലേ, നമ്മൾ സ്ഥാപനം നടത്തിക്കൊണ്ട് നാളെ അപ്പോൾ നമ്മളൊരു 34 വർഷമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ 2 മക്കൾ കല്യാണം കഴിഞ്ഞ് 2 മക്കൾ, ഞാനും എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഉള്ളത്, ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട്. അപ്പോൾ നമ്മുടെ ചുമതലത്രേ ഉള്ളൂ, നമ്മുടെ കട നിലനിന്ന് പോകണം, നമ്മുടെ സ്റ്റാഫിനൊക്കെ ജീവിച്ചു പോകാനായിട്ട് പറ്റണം, നമ്മുടെ കടയിൽ വരുന്ന ആളുകൾക്ക് ഒരു ശാന്തി സമാധാനം ഉണ്ടാവണം. അപ്പോൾ കഴിയാവുന്നിടത്തോളം കാലം നമുക്ക് അതിനുള്ളൊരു അവസരം ദൈവം ഉണ്ടാക്കി തരണം. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവരെ കൂടിയാണ് ദൈവമുള്ളത്. അപ്പോൾ നമ്മുടെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കടയിലേക്ക് അവർ സാധനം വാങ്ങിക്കാൻ വരും. കാരണം എന്ത് കുഞ്ഞു സാധനമാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാകുമ്പോൾ അവർക്കൊരു നന്മ പറ്റിയെന്നുള്ളത് നമ്മുടെ കടയിൽ വരും. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെല്ലാവരും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മുടെ പലചരക്ക് ബിരിയാണി അരി, മസാല, കേക്കിൻ്റെ സാധനങ്ങൾ, ഇത്തരം സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ കടയിലേക്ക് വരാൻ പറയും. കാരണം നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമ്മൾ 4 ആളുടെ അടുത്ത് 4 നല്ലത് പറയുകയാണെങ്കിലും ആ വ്യക്തികൾ അംഗീകരിക്കാൻ തോന്നുന്നു. നമ്മളെല്ലാ മേഖലയിലും ഫെയിലായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്തുണ്ടാവില്ല, ആ പറയുന്ന കാര്യങ്ങൾ വിശ്വാസവും ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്നവർ നമ്മുടെ സ്ഥാപനം നല്ല നിലയിലാവുമ്പോഴാണ് നമ്മളുടെ വാക്കിനും നമ്മളുടെ ആശയത്തിനും നമ്മുടെ തിയറിക്കും ഒരു മൂല്യം ഉണ്ടാവുക. സ്നേഹത്തിൽ വസിക്കുന്ന ദൈവം, പിതാവായ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഒരു ചില സംശയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയതിനും ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുള്ള കൂടുതൽ കാര്യങ്ങൾ ജോൺസൺ ചേട്ടനിൽ നിന്ന് എനിക്കും തന്നെയല്ല എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.